ഫേ, അതെന്താണ്? ഇരുമ്പ്. അപ്പോൾ നമ്മുടെ ഭൂമിയെ തന്നെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? ഇനി നിങ്ങൾക്ക് കേട്ടവർക്ക് ഒന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക്. ആദ്യം 3ആയിട്ട് നമ്മൾ പറഞ്ഞു: ഭൂവൽക്കം, മാൻഡില്, കാമ്പ്. ഇനി ഭൂവൽക്കം തന്നെ എത്രയാ? 2. എല്ലാം 2ആയിട്ട് അവിടെ തിരിച്ചേക്കണേ. ഭൂവൽക്കം 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പുറത്തല്ല, നമ്മൾ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയല്ലേ, വൻകരകളും ഉണ്ട് സമുദ്രവും ഉണ്ട്. അതുകൊണ്ട് സമുദ്ര ഭൂവൽക്കം, വൻകര ഭൂവൽക്കം. ഇനി മാൻഡിലാണെങ്കിൽ ഉപരിമാൻഡിൽ, അധോ മാൻഡിൽ. ഇനി കാമ്പാണെങ്കിലോ പുറക്കാമ്പ്, അകക്കാമ്പ്. ഇനി നമ്മൾ പറഞ്ഞ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നറിയപ്പെടുന്നു. സമുദ്ര ഭൂവൽക്കാണെങ്കിൽ സിമ എന്നറിയപ്പെടുന്നു. അതായത് വൻകര ഭൂവൽക്കം സിയാൽ എന്നറിയപ്പെടാനുള്ള കാരണം സിലിക്ക അലൂമിനിയാണ് അതിലുള്ളത്. പിന്നെ സമുദ്ര ഭൂവൽക്കം സിമ എന്നറിയപ്പെടാൻ എന്തൊക്കെയുള്ളത്? സിലിക്ക ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്. ഇനി മാൻഡില് 2ആയിട്ട് നമ്മൾ പറഞ്ഞു: ഉപരിമാൻഡില്, അധോ മാൻഡില്. ഉപരി ഖരാവസ്ഥയിലാണ്. എന്നാൽ നമ്മൾ കാമ്പിന്റെ പുറത്തുള്ള ഭാഗമായ പുറക്കാമ്പിലേക്ക് പോവുകയാണെങ്കിൽ ഉരുകിയ അവസ്ഥയിലാണ്. നേരെ തിരിച്ചു വരും കേട്ടോ. ഇനി അധോ മാൻഡിൽ അർദ്ധ ദ്രാവക അവസ്ഥയിലാണ് അധോ മാൻഡിൽ, അതിനകത്തുള്ള. അപ്പോൾ നമ്മൾ അകക്കാമ്പിലേക്ക് വരുമ്പോൾ അവസ്ഥയിലാ? നേരെ ഓപ്പോസിറ്റ് ഖരാവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ ഈ കാമ്പ് ഫുള്ളായിട്ടുള്ള ഈ കാമ്പ് അതിന്റെ പേരനുസരിച്ച്, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ പേരനുസരിച്ച്